Dear students, so let us continue the next topic. So we can continue with the architecture of 8259. So basically 8259 is a programmable interrupt controller. Okay, it is not a processor, it is a programmable interrupt controller. So here why it is used. So 8259 മെയിൻലി എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം കുറേ ഇൻട്രപ്റ്റ്സ് ഒരുമിച്ചിട്ട് കുറേ ഇൻട്രപ്റ്റ്സ് വരുന്ന ടൈമിൽ നമ്മൾ പ്രൊസസ്സറിന് ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ വേറെ തന്നെ ഒരു ചിപ്പ് ഉണ്ടാക്കിയത് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻട്രപ്റ്റ്സിനൊക്കെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചിപ്പാണ് 8259. ഓക്കെ, ഇറ്റ് ഈസ് ബീങ് ഇൻ്റർഫേസ്ഡ് വിത്ത് അവർ പ്രോസസ്സർ. ഓക്കെ, മെയിൻലി ഇത് ഇൻ്റർഫേസ് ഇത് 82 അതായത് 8085 വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഇൻ്റർഫേസ് ചെയ്യുന്നത്. പക്ഷേ അതായത് 8-bit 8085 ഡയറക്റ്റ് ഇൻ്റർഫേസ് നടത്തുന്നത്. ബട്ട് പുതിയൊരു ആർക്കിടെക്ചർ അതായത് മോഡിഫൈഡ് വേർഷൻ ലൈക്ക് 8259A വാസ് ലേറ്റർ ഇൻട്രൊഡ്യൂസ്ഡ് which is compatible with both 8-bit and as well as 16-bit processors. Okay, earlier 8259 8085 8-bit processorsനെ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ മോഡിഫൈഡ് വേർഷൻസ് ഇറങ്ങിയതാണ് 8259A. സോ ആ 8259Aൻ്റെ ആർക്കിടെക്ചറാണ് വി ആർ ഗോയിങ് ടു സ്റ്റഡി നൗ. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് കണ്ടെയ്ൻസ് It contains a data bus buffer, a read and write logic, cascade buffer comparator, a control logic, in-service register, priority resolver, interrupt request register, and interrupt mask register, that is IMR. So let us explain these registers. So first we can start with interrupt request register. So interrupt request register എന്ന് വെച്ചാൽ ഓരോ ഇൻട്രപ്റ്റ്സ് വരുന്നതിന് ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിലേക്കാണ് അതിലേക്ക് വരിക. ഓക്കെ, ദ ഇൻട്രപ്റ്റ്സ് അറ്റ് IRQ ഇൻപുട്ട് ലൈൻസ് ആർ ഹാൻഡിൽഡ് ബൈ IRR ഇൻറ്റേർണലി. IRR എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ. ഓക്കെ, ആൻഡ് ദീസ് വാട്ട് ഡസ് ഇറ്റ് ഡു ഈസ് ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ എന്നാ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിനെല്ലാം ഒരു ഓർഡറിൽ പോയി സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് പ്രയോറിറ്റി വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇതിലേക്ക് കടത്തിവിടുക. ഇൻട്രപ്റ്റ് റിക്വസ്റ്റിന് ഓരോ പ്രയോറിറ്റി വെച്ചിട്ട് അതിനെ സ്റ്റോർ ചെയ്തിട്ട് പ്രയോറിറ്റി ബേസിസിലാണ് നമ്മൾ അതിലേക്ക് പിന്നെ കടത്തിവിടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് രജിസ്റ്റർ ഈസ് ഇൻ സർവീസ് രജിസ്റ്റർ. ഇൻ സർവീസ് രജിസ്റ്റർ എന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റോർസ് ഓൾ ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ദോസ് ആർ ബീങ് സെർവ്ഡ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഏത് ഇൻട്രപ്റ്റ് ആണോ സെർവ് ചെയ്യുന്നത് ആ ഇൻട്രപ്റ്റിൻ്റെ റിക്വസ്റ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇൻ സർവീസ് രജിസ്റ്റർ. ഇപ്പോൾ ഏത് ഇൻട്രപ്റ്റ് ആണോ ഇപ്പം സെർവ് ചെയ്തുകൊണ്ട് നടക്കുന്നത് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ സർവീസ് രജിസ്റ്റർ, ഇൻ സർവീസ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് പ്രയോറിറ്റി റിസോൾവർ. ഇവിടെയാണ് നമ്മൾ ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്നത് ഓരോ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പ്രയോറിറ്റി ബേസ് ചെയ്യുന്നത് ഈ പ്രയോറിറ്റി റിസോൾവറാണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രയോറിറ്റീസ് ഓഫ് ദി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അപ്പിയറിങ് സൈമൾട്ടേനിയസ്ലി. ഈ പ്രയോറിറ്റി റിസോൾവറാണ് ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിനുള്ള പ്രയോറിറ്റി നമ്മൾ അതിന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഈസ് സെലക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ടു ദ കറസ്പോണ്ടിങ് ബിറ്റ് ഓഫ് ISR. അതായത് ISR എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഓക്കെ, അവിടെയാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്. നൗ ദി IR0 ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. അത് ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിൻ്റെ അവിടെ IR0 മുതൽ IR7 അതായത് ടോട്ടൽ 8-bit ആയിരിക്കും. അപ്പം IR0 ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി, IR7 ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഈ പ്രയോറിറ്റി റിസോൾവർ വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രയോറിറ്റീസ് ഓഫ് ദി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അപ്പിയറിങ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, നൗ
The next register is interrupt mask register. Interrupt mask register is IMR. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് സ്റ്റോർസ് ദ ബിറ്റ്സ് റിക്വയർഡ് ടു മാസ്ക് ദ ഇൻട്രപ്റ്റ് ഇൻപുട്സ്. അതായത് നമുക്ക് ഇപ്പം ആവശ്യമില്ലാത്ത ചില ഇൻട്രപ്റ്റ്സിനെ മാസ്ക് ചെയ്യണമെങ്കിൽ അതിന് ബിറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. ഇറ്റ് സ്റ്റോർസ് ദ ബിറ്റ്സ് റിക്വയർഡ് ടു മാസ്ക് ദി ഇൻട്രപ്റ്റ് ഇൻപുട്സ്. ഓക്കെ, ആൻഡ് ദിസ് IMR operates on IRR register at the direction of the priority resolver. ഈ IMR എപ്പോഴും നമ്മൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിൻ്റെ ഇതിലേക്കാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രപ്റ്റ് കൺട്രോൾ ലോജിക്. സോ ഇൻട്രപ്റ്റ് കൺട്രോൾ ലോജിക് എന്ന് പറയുന്നത് എന്താ? ഈ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇൻട്രപ്റ്റ് കൺട്രോൾ ലോജിക് ആയിരിക്കും. അതായത് ഇറ്റ് മാനേജസ് ദ ഇൻട്രപ്റ്റ് ആൻഡ് ഇൻട്രപ്റ്റ് എക്നോളജ് signals to be sent to the CPU for serving one of the 8 interrupt pin. അപ്പം ഇതിൽ ടോട്ടൽ 8 interrupt pins ആണ് ഉണ്ടാവുക റിക്വസ്റ്റ്. അപ്പോൾ 8 ഇപ്പം അതിൽ 8 interrupt റിക്വസ്റ്റ് വരുന്നതിൽ ഇത് മാനേജ് ചെയ്യും ഇൻട്രപ്റ്റിന്. ഓക്കെ, ആൻഡ് ഇൻട്രപ്റ്റ് എക്നോളജ് സിഗ്നൽസ് ടു ബി സെൻഡ് ടു ദ CPU ഫോർ സെർവിങ് വൺ ഓഫ് ദ 8 interrupt റിക്വസ്റ്റ്. അതൊക്കെ ഈ ഇൻട്രപ്റ്റ് കൺട്രോൾ ലോജിക്കാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദിസ് ഓൾസോ ആക്സെപ്റ്റ്സ് ദ ഇൻട്രപ്റ്റ് എക്നോളജ് സിഗ്നൽ ഫ്രം CPU ദാറ്റ് കോസസ് ദി 8259A ടു റിലീസ് വെക്റ്റർ അഡ്രസ് ഓൺ ടു ദ ഡാറ്റാ ബസ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു മെയിൻ എക്സിക്യൂഷൻ പ്രോഗ്രാം നടക്കുമ്പോൾ പെട്ടെന്നൊരു ഇൻട്രപ്റ്റ് വന്നാൽ ഓഫ് കോഴ്സ് ഇൻട്രപ്റ്റിൻ്റെ വെക്റ്റർ അഡ്രസ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പം ഈ ഒരു ഇൻട്രപ്റ്റ് കൺട്രോൾ ലോജിക്കാണ് ഈ ഇൻട്രപ്റ്റ് എക്നോളജ് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള വെക്റ്റർ അഡ്രസ്സ് റിലീസ് ചെയ്യുന്നത് ഈ ഒരു ലോജിക്കാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റാ ബസ് ബഫർ. സോ യു ഓൾറെഡി നോ ഡാറ്റാ ബസ് ബഫർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ട്രൈസ്റ്റേറ്റ് ബൈ ഡയറക്ഷണൽ ബഫറാണ്. അതായത് അങ്ങോട്ടും 8259ലേക്കും പിന്നെ നമ്മളെ മൈക്രോ പ്രോസസ്സറിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാ ബസ് യൂസ് ചെയ്യുന്നത്. Okay, it interfaces internal 8259A bus to the microprocessor system data bus. അതായത് മൈക്രോ പ്രോസസ്സർ സിസ്റ്റം ഡാറ്റാ ബസ്സിലേക്കും 8259Aയിലേക്കും നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാ ബസ് ബഫർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കൺട്രോൾ വേർഡ്സ്, സ്റ്റാറ്റസ് ആൻഡ് വെക്റ്റർ ഇൻഫർമേഷൻ പാസ് ത്രൂ ഡാറ്റാ ബസ് ഡ്യൂറിങ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിൽ വേണ്ടിയിട്ടുള്ള എല്ലാ കൺട്രോൾ വേർഡ്സ്, സ്റ്റാറ്റസ്, വെക്റ്റർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രപ്റ്റ്സ് വന്നാൽ വരുന്ന ആ ഒരു വെക്റ്റർ അഡ്രസ്സസ്, അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ഈ ഡാറ്റ ബഫറിൽ കൂടിയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്. റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് ആക്സെപ്റ്റ്സ് ആൻഡ് ഡീകോഡ്സ് കമാൻഡ്സ് ഫ്രം ദ CPU. ഇപ്പോൾ CPU എന്ത് ഒരു കമാൻഡ് വരുന്നാലും ഈ സർക്യൂട്ടാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ, ഇറ്റ് അലൗസ് ദ സ്റ്റാറ്റസ് ഓഫ് ദി 8259A ടു ബി ട്രാൻസ്ഫേർഡ് ഓൺ ടു ദ ഡാറ്റാ ബസ്. ഈ ഒരു റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്കാണ് നമ്മൾ 8259Aൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് ഈ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്കാണ് അലോ ചെയ്യുന്നത് 8259A. ഓക്കെ, അത് അലോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാറ്റസ്, അത് 8259Aൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഡാറ്റാ ബസ്സിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് കാസ്കേഡ് ബഫർ ഓർ കമ്പറേറ്റർ, ദ ലാസ്റ്റ് വൺ. അതെന്ന് വെച്ചാൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് മെയിൻലി സ്റ്റോർസ് ആൻഡ് കമ്പയർസ് ദ IDs ഓഫ് ഓൾ ദി 8259As യൂസ്ഡ് ഇൻ ദ സിസ്റ്റം. അതെല്ലാം എല്ലാ IDസിനും സ്റ്റോർ ചെയ്ത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ യു ക്യാൻ സീ ദർ ആർ 3 പിൻസ്, CAS0, CAS1, CAS2, അങ്ങനെ 3 പിന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് കാസ്കേഡ് ബഫർ കമ്പറേറ്റർ 2 മോഡിൽ അതിന് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ 2 മോഡ്സ്. മാസ്റ്റർ മോഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, സ്ലേവ് മോഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാസ്റ്റർ മോഡിൽ ഈ 3 പിൻസ് ഔട്ട്പുട്ടായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. സ്ലേവ് മോഡിൽ അത് ഇൻപുട്ടായിട്ടാണ്
മാറുക. Okay, the three input output pins, that is CA0 to 1 2, are output when 8259 is used as master mode, and the same pins act as input when the 8259A is in the slave mode. Okay, ഈ 8259A in the master mode എന്നാ ചെയ്യുന്ന വെച്ചാൽ മാസ്റ്റർ മോഡിൽ ഇറ്റ് സെൻസ് ദ ഐ ഡി ഓഫ് ദി ഇൻട്രപ്റ്റിംഗ് സ്ലേവ് ഡിവൈസ് ഓൺ ദീസ് ലൈൻസ്. അപ്പോൾ ഈ മാസ്റ്റർ മോഡിൽ നമുക്കറിയാം ഈ പിന്നൊക്കെ ഔട്ട്പുട്ടായിട്ടാണ് ഓപ്പറേറ്റ് ആവുന്നത്. ഈ ഔട്ട്പുട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഔട്ട്പുട്ടിൽ എന്ന് പറയുന്നത് ഐ ഡി ആയിരിക്കും. എന്തിൻ്റെ? ഇറ്റ് സെൻസ് ദ ഐ ഡി ഓഫ് ദി ഏതാണോ ഇൻട്രപ്റ്റിംഗ് സ്ലേവ് ഡിവൈസ് വരുന്നത് അതിൻ്റെ ഐ ഡി അതിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, സ്ലേവ് മോഡിലാണെങ്കിൽ ഇറ്റ് വിൽ send its pre-programmed vector address on the data bus during the next INTA pulse. സ്ലേവ് മോഡിൽ എന്താ, അത് ഇൻപുട്ട് ലൈനായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, അതിൽ കൂടെ വരുന്ന ഡാറ്റ വരുന്നത് പ്രീ പ്രോഗ്രാം വെക്ടർ അഡ്രസ് ആയിരിക്കും. ഓക്കെ, so this is about the architecture of 8259A. So mainly it is used as an interfacing with a microprocessor to control the interrupts. That's why its name is given as interrupt controller. Okay, this is about the architecture. So thank you.